ഹലോ, നമസ്കാരമുണ്ട് കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അതെ, നമുക്ക് ഇടുക്കി ജില്ലയിലൂടെ ഒന്ന് യാത്ര പോയിട്ട് വന്നാലോ? കേരളത്തിലെ ഏറ്റവും വലുതല്ല, രണ്ടാമത്തെ ജില്ലയും ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ലയുമാണ് ഇടുക്കി. നമ്മുടെ സംസ്ഥാനത്തിലെ 66% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. പക്ഷേ ഇത്രയും മനോഹരമായൊരു ഭൂപ്രകൃതിയുള്ളൊരു ജില്ല കേരളത്തിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഇടുങ്ങിയ തോട് എന്നർത്ഥം വരുന്ന ഇടുക്ക് എന്ന മലയാള പദത്തിൽ നിന്നുമാണ് ഇടുക്കി എന്ന ജില്ലയുടെ പേരുണ്ടായതെന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ കുറവന്മല, കുറത്തിമല എന്നീ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു. ഇടുക്കിയിലെ കമാന അണക്കെട്ടും ഇതിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇടുക്കി ജില്ലയിലെ കണ്ണൻദേവൻ വില്ലേജിൽ സ്ഥിതി. അഞ്ചുരുളി, ആനമുടി, ഇലവീഴ പൂഞ്ചിറ, കാൽവരി മൗണ്ട്, കീഴാർകുത്ത് വെള്ളച്ചാട്ടം, കുട്ടിക്കാനം, തേക്കടി, തൊമ്മൽകുത്ത് വെള്ളച്ചാട്ടം, ദേവികുളം, പരുന്തുംപാറ, പാഞ്ചാലിമേട്, മറയൂർ, മാട്ടുപ്പെട്ടി, മൂന്നാർ, രാമക്കൽമേട്, വാഗമണ്, കട്ടപ്പന, കുമളി, നെടുങ്കണ്ടം തുടങ്ങിയ സ്ഥലങ്ങളും ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രകൃതി ഇത്രയും കനിഞ്ഞനുഗ്രഹിച്ച ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അത്ര വശ്യമനോഹരമാണ്. തേയിലക്കാടുകളും കുന്നുകളും താഴ്വാരങ്ങളും മഞ്ഞ് പുതച്ച തേയിലച്ചെടികൾ കാണാൻ എന്ത് ഭംഗിയാണ്. അതുപോലെ തന്നെ കുറിഞ്ഞിപ്പൂക്കളും, നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയമായി കഴിഞ്ഞാൽ അത് സീസണായി. വരയാടുകൾ, വനമേഖലയാണ് കൂടുതലും, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഭംഗികളും കൂടുതലുണ്ട്. തേയിലച്ചെടികൾ ഇളം വെയിലേറ്റ് തിളങ്ങുന്നത് കാണാൻ രാവിലത്തെ യാത്രകൾ വളരെ മനോഹരമാണ്. അതോടൊപ്പം തന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്ന കുന്നിൻ പുറങ്ങളും പലതും നമുക്ക് അടുത്ത് പോയി ഇരുന്നാലേ കാണാൻ പറ്റും. നമ്മളെ തന്നെ പലപ്പോഴും മൂടിക്കളയുന്ന രീതിയിൽ കോടമഞ്ഞ് വന്ന് നിറയും. എന്ത് രസമാണെന്നറിയോ അവിടുത്തെ യാത്രകൾ? കൊതിപ്പിക്കുന്ന യാത്രകളാണ്. തേയിലച്ചെടികൾ വയനാടിനേക്കാളും ഭംഗി കൂടുതൽ തോന്നിക്കും. മഴമേഘങ്ങൾ വീർപ്പ് മുട്ടി നിൽക്കുന്ന ആകാശം. കൃഷിയാണെങ്കിലോ, ഇത് നമ്മുടെ ചൗ എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ്. നമ്മൾ പിന്നെ പച്ചക്കറി കടയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ചൗ. ഇതൊരു വള്ളിച്ചെടിയാണ്. ഞാൻ വിചാരിച്ചു വല്ല മരവും കണ്ടാന്ന് വിചാരിച്ചിരുന്നത്. വള്ളിച്ചെടിയാണ്. അതിലാണ് ഈ കാ പിടിക്കുന്നത്. അതിൻ്റെ ആ കാ തന്നെ തറയിൽ വീണ് കിടന്നിട്ട് അത് മുളച്ച് അതിൽ തന്നെയാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. അതിനകത്തൊരു വിത്തുണ്ട്. അങ്ങനെയാണ് ആ ചൗ. തോരൻ വെക്കാനൊക്കെ നല്ലതാണ്. ഇതാണ് മരത്തക്കാളി. നല്ല ടേസ്റ്റാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണത്. മരത്തക്കാളി ഔഷധ ഗുണം ഒരുപാടുണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അതുപോലെ തന്നെ പ്രകൃതി ഇഷ്ടം പോലെ സസ്യങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട് ഇടുക്കിക്ക്. തേയിലച്ചെടികൾക്ക് റോഡ് സൈഡിലാണ് പൂന്തോട്ടങ്ങൾ പോലെ ചെടികൾ. എന്ത് മനോഹരമെന്നറിയോ, നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം പുഷ്പങ്ങൾ. കുറച്ച് ദൂരെ ചെല്ലുമ്പോൾ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ. ഇടുക്കി ഡാമിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല, ദൂരെ നിന്ന് കാണാം. വെള്ളച്ചാട്ടങ്ങൾ, എന്തും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളെന്നറിയോ. കണ്ണിന് ഇമ്പം നൽകുന്ന വെള്ളച്ചാട്ടങ്ങൾ. എത്ര വർണ്ണിച്ചാലും ഇടുക്കിയെ മതിയാവില്ല. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.